എടാ ഒരു അടിപൊളി 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാറ് വീണ്ടും വന്നിട്ടുള്ളത്. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഉള്ളിലൊരു സർക്കിൾ ഉണ്ട്, അതിനുള്ളിലൊരു ട്രയാങ്കിൾ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് പ്ലേസ് ചെയ്തതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എടാ ഈ ചിത്രത്തിലേക്ക് നോക്കുന്നത് തന്നെ നിങ്ങൾ നോക്കിയേ, ഈ പറയുന്ന ആംഗിൾ വൈ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഉള്ളിലൊരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള 2 ആംഗിൾ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ 180 അല്ലേ ഉണ്ടാവുക, 180യിൽ നിന്ന് കുറച്ചാൽ പോരെ? യെസ്, 180യിൽ നിന്നും 60യും 50യും കൂടി ഞാൻ കുറയ്ക്കുന്നു. 60 50 110 കുറച്ചാൽ ബാക്കി 70 ഡിഗ്രി. കുഴപ്പമുണ്ടോ? നമ്മൾ പഠിച്ചതാണ് ഒരു കോഡിന്റെ അറ്റത്ത് നിന്നും സർക്കിളിലേക്ക് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ. അവിടെ 60 ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ആംഗിളും ഇവിടെയുള്ള ആംഗിളും നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ പറഞ്ഞതേ, ഇവിടെയുള്ള ആംഗിൾ 60 ഡിഗ്രി, ഇവിടെയുള്ള ആംഗിളും 60 ഡിഗ്രി. സെറ്റ് അല്ലേ? അതുപോലെ ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെയും വരുന്ന ആംഗിൾ എത്രയാണ്? യെസ്, മുകളിൽ 70 ഡിഗ്രിയാണ് സാറേ ഉള്ളത്. ഇവിടെ സാറേ കോഡിന്റെ രണ്ടറ്റത്ത് സർക്കിളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 70 ഡിഗ്രിയാണ്. സോ ഇറ്റ് ഈസ് 70 ഡിഗ്രി. കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാടാ? 50 ഡിഗ്രി. എന്തുകൊണ്ടാ? കോഡിന്റെ രണ്ടറ്റത്ത് നിന്നും സർക്കിളിലേക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കി. ആംഗിൾ എന്താണ്? 50 ഡിഗ്രിയാണ്. ആ 50 ഡിഗ്രി ഇങ്ങോട്ട് എടുത്തു. നമ്മൾ പഠിച്ചതാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആംഗിളോടെയും കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടും? 180. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കടാ, ഈ ട്രയാങ്കിളിലെ 3 ആംഗിൾ 2 ആംഗിൾ തന്നിക്കണ്. മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കടാ? യെസ്, ഇറ്റ് ഈസ് 60 ഡിഗ്രി. 60. ഇവിടെ നോക്കടാ, ആംഗിൾ സിയും ആംഗിൾ ബിയും കണ്ടുപിടിക്കണം. ആംഗിൾ ബിയിലേക്ക് നോക്കുമ്പോൾ 70യും 140. ബാക്കി എത്രയുണ്ട് 180യിലേക്ക്? 40 ഡിഗ്രി. യെസ്, എ 60 ഡിഗ്രി കിട്ടി, ബി 40 ഡിഗ്രി കിട്ടി. സി എത്രയാണെന്ന് പെട്ടെന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാ.